അങ്ങനെ തൃശ്ശൂർ വന്ന ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ടിപ്പ് കിട്ടിയിരിക്കുകയാണ്. 50 രൂപയാണ് ടിപ്പ് കിട്ടുകയാണ് ആദ്യത്തെ ദിവസം തൃശ്ശൂരിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, സൊമാറ്റോ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇനി സൊമാറ്റോ വ്ളോഗ് തൃശ്ശൂരിലാണ്. നമ്മൾ 1 മാസം തൃശ്ശൂരിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ദിവസമാണ് കേട്ടോ. അപ്പോഴെല്ലാവർക്കും സൊമാറ്റോ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ തെക്കാട് മൈതാനത്താണ്, ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. അങ്ങനെ നമുക്ക് തൃശ്ശൂരിലെ ആദ്യത്തെ ദിവസം നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ റൂം. 2 പേരാണ് കേട്ടോ ഒരു റൂമിലുള്ളത്. അടിപൊളി റൂമാണ്, ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊതുകും കാര്യങ്ങളില്ല, കൊതുക് തീരെയില്ല. അപ്പോൾ നമുക്ക് ബാഗെല്ലാം സെറ്റാണ്. ആദ്യത്തെ അവസാനം കണ്ടാണ് ഇനി കൊണ്ടുവന്നത്. ഇതിലല്ലേ ഡ്രസ്സെല്ലാം കൊണ്ടുവന്നത്. രണ്ടാമത്തെ ദിവസം തൊട്ട് വണ്ടി വയ്ക്കാനൊക്കെ ഇവിടെ സ്ഥലമുണ്ട്. വണ്ടിയിൽ തന്നെ അങ്ങ് ബാഗ് വയ്ക്കത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ പവർ ബാങ്ക് എടുത്തില്ല. പവർ ബാങ്കൊക്കെ എടുത്ത് നേരെ പണിക്ക് ഇറങ്ങാം. യെസ്, ഭയങ്കര ത്രില്ലിലിരിക്കുകയാണ്. ഹായ്, അങ്ങനെ നമ്മൾ തൃശ്ശൂരിലെ ആദ്യത്തെ ദിവസമാണ്. ഇതാണ് നമ്മളെ റൂമാണ്. D1 ആണ്. ഞാൻ പിന്നെ ടോയ്ലറ്റ് കാണിച്ചു തരാം. ടോയ്ലറ്റൊക്കെ കണ്ടോ, ഓരോ റൂമിനും ഓരോ പ്രത്യേകം ടോയ്ലറ്റ് ഉണ്ട്. ഇത് A, B, C, D. ഡിക്ക് കുളിക്കാൻ പ്രത്യേകത ഉണ്ട്, കക്കൂസി പോകാൻ പ്രത്യേകത ഉണ്ട്. എൻ്റെ D. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നമ്പറിൽ ടോയ്ലറ്റ് ഉണ്ട്. ഇതാണ് കേട്ടോ റൂമിൽ ജൂബിലി റൂം സ്റ്റേ. നമ്പറൊക്കെ ഇതാണ്. പിന്നെ അതാണ്ട് ഈ പള്ളിയുടെ അടുത്താണ്. ഏത് പള്ളിയാണെന്ന് അറിയത്തില്ല, വലിയൊരു പള്ളി കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് കണ്ടാലേ അറിയാൻ പറ്റൂ. നല്ല അതിമനോഹരമായ പള്ളി, വലിയ. അപ്പോൾ അതിൻ്റെ അടുത്താണ് നമ്മളെ റൂം. ഫുഡില്ല കേട്ടോ, സ്റ്റേ മാത്രമേ ഉള്ളൂ. അതിൻ്റെ മേളിലാണ് സ്റ്റേ. അപ്പോൾ ഓണാക്കില്ല ഞാൻ. അങ്ങനെ തൃശ്ശൂരിലെ ആദ്യത്തെ ദിവസം ഇതിലാണ് ഞാൻ ഇന്നലെ വന്നത്. പിടുത്തമില്ലല്ലോ, ഇന്നലെ രാത്രിയാണല്ലോ വന്നത്. മഴയുണ്ട് കേട്ടോ, മഴക്കോളുണ്ട്. ഇന്നലെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. പെയ്യട്ടെ മഴ പെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഇന്ന് ഓണാകെ സമയമായി. ഇന്ന് 11 മണിയായിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഇൻസെൻറ്റീവേ കോഴിക്കോടിനേക്കാളും കുറവാണ്. അത് പറയട്ട. ഇൻസെൻറ്റീവ് കോഴിക്കോട് ഏറ്റവും കുറവ് 325 ഇവിടെ നിങ്ങൾ നോക്ക്, 300 രൂപ മാത്രമേ ഉള്ളൂ. കണ്ടോ, അതും 18 ഓർഡർ എടുക്കണം. നമ്മൾ പലയിടത്തും വർക്ക് ചെയ്യില്ല, നമ്മൾ ഇൻസെൻറ്റീവ് നോക്കിയിട്ടല്ലല്ലോ ഒരിടത്ത് പോകുന്നത്. എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. കാരണം തൃശ്ശൂരിൽ അവൾ ഇത് ഓണാക്കാൻ പോവുകയാണ്. ഓണാക്കാൻ പോവുകയാണ്. 9 ഗിഗ് കംപ്ലീറ്റ് ആവണം. അതായത് രാവിലെ 8 മണി തൊട്ട് രാത്രി 10 മണിയുടെ ഇടയിൽ 9 ഗിഗ് കംപ്ലീറ്റ് ആകണം. എന്തായാലും യെസ്, ഓൺലൈൻ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എപ്പോഴും ഫോട്ടോ ചോദിപ്പാണ്, സെൽഫി ചോദിപ്പാണെന്നൊക്കെ പറഞ്ഞൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം കുറേ പേര് കണ്ട് സൊമാറ്റോ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ ഫോട്ടോ ചോദിപ്പില്ല, സത്യം. ഇപ്പോൾ ഒരു സെൽഫി മാത്രമേ ഒരു ദിവസം ചോദിക്കും. മുമ്പ് എങ്ങനെയെന്നല്ല, 2 സെൽഫി ചോദിക്കുമായിരുന്നു, 2 ബാഗിൻ്റെ കൂടെ ചോദിക്കുമായിരുന്നു, ബാഗിൻ്റെ അകത്ത് ഫോട്ടോ ചോദിക്കുമായിരുന്നു. ഇപ്പം ഇല്ല, ഇപ്പം ചോദിപ്പില്ല. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല കേട്ടോ. ഇപ്പം ചോദിക്കാതെ തന്നെ ഓണായത് കേട്ടോ. മുമ്പ് ഫോട്ടോ ചോദിക്കാതെ, ബാഗിൻ്റെ ഫോട്ടോ കാണിക്കാതെ ഓണാവത്തില്ലായിരുന്നു. ഇപ്പം ഓണായി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സെൽഫി ചോദിച്ചാലായി. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഓർഡർ എന്ന് പറയുന്നത് അക്ഷയ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻ്റ് ആണ്. 48 രൂപയുടെ ഓർഡറാണ് അടിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓർഡർ എടുക്കാം. അങ്ങനെ തൃശ്ശൂരത്തെ ആദ്യത്തെ ഓർഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി. അങ്ങനെ ആദ്യത്തെ ഓർഡർ തന്നെ ഇവിടുന്ന് തന്നെയാണ് അടിച്ചിരിക്കുന്നത്. തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനായ, നമുക്ക് ഇവിടെ 1 വേ ആണ് കേട്ടോ, തിരിച്ചു പോക്കൊന്നും നടക്കൂല. ഹോട്ടൽ അക്ഷയ കണ്ടു. കണ്ടേ ഹോട്ടൽ അക്ഷയ. ഫുഡ് റെഡി അല്ലല്ലോ. ആദ്യത്തെ ഓർഡർ തന്നെ ഇവിടെ ഡിലേ ആണ് കേട്ടോ. ഓക്കെ, എന്തിനാണ് ഡ്രൈ ഫ്രൂട്ട് ഫലൂഡ എടുക്കാൻ പണ്ടേ ഇതാണ്, ലേറ്റാവും. അക്ഷയ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1/2 മണിക്കൂറിൻ്റെ മേലെയാവും. ആദ്യത്തെ ഓർഡർ തന്നെ ഊഞ്ഞാലാട്ടുന്ന ഓർഡറായിപ്പോൾ. 22 1/2 മണിക്കൂറിന് മേലായിരുന്നു ഇവിടെ വന്ന് ഒരു ഫലൂഡ ചോദിച്ചു. 3 വട്ടം അവിടെ വന്ന് പറഞ്ഞു ഫലൂഡ റെഡി ആയിട്ടുണ്ടോ, ഫലൂഡ റെഡി.
അങ്ങനെ റെഡിയായ ഇത് നോട്ടിഫിക്കേഷൻ വരുമല്ലേ, അങ്ങനെ കാത്തിരിക്കുകയാണ്. ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നില്ല, അവർ റെഡിയാക്കിയിട്ട് പോയി. റെഡിയായ ഫലൂട അപ്പോൾ നമുക്ക് സാധനം എടുത്ത് ഏകദേശം 12:50, നമുക്ക് 12:05 അടിച്ച ഓർഡറാണ്. 3/4 മണിക്കൂറിന് മേലെ ഒരു ഓർഡർ. ഇവിടെ വന്നവർ ഇവിടെ നല്ല ഓർഡർ അടിക്കുന്ന ഹോട്ടലാണെന്ന് തോന്നുന്നു. ഇത്ര പേരാ വന്നു പോയി. ഞാനിവിടെ ഇങ്ങനെ കുറ്റി നിർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് പോകേണ്ടത് 4 കിലോമീറ്ററാണ്. ഇങ്ങനെയാണ് പോകേണ്ടത്. ഫുള്ള് ചോപ്പാണ് കാണിക്കുന്നത്, ബ്ലോക്കാണെന്ന് തോന്നുന്നു. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ തൃശ്ശൂരിൽ ആദ്യത്തെ ഓർഡർ നമ്മൾ എടുത്തിരിക്കുകയാണ്. കുറച്ച് ലേറ്റായാലും കുഴപ്പമില്ല. ഇന്ന് ഇത്ര ഓർഡർ കിട്ടുന്നത് ഒരു പിടുത്തമില്ല കേട്ടോ. ആദ്യത്തെ ഇൻസെൻറ്റീവ് ഇങ്ങനെ അടിച്ചാൽ മതിയായിരുന്നു. ആദ്യത്തെ ദിവസം നമുക്ക് നോക്കാം. ഫുൾ ഇൻസെൻറ്റീവ് കിട്ടാനുള്ള സാധ്യത കുറവാണ് കേട്ടോ. ഞാൻ തൃശ്ശൂരിൽ ആദ്യത്തെ ഓർഡർ അങ്ങനെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഏകദേശം 44 രൂപയുടെ ഓർഡർ ആയിരുന്നു. എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 52 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 6 രൂപ ഇതുണ്ടായിരുന്നു കേട്ടോ, എക്സ്ട്രാ ഇൻസെൻറ്റീവ്. അപ്പോഴും 52 രൂപയാണ് ആദ്യത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ സമയം 1 മണിയായി, 12:57 ആയിട്ടുണ്ട്. ഇതുവഴിയാണ് വന്നത്. വഴികൾ കണ്ടുപിടിക്കാൻ ആദ്യത്തെ ഒരാഴ്ചത്തിന് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ ഓർഡർ അടിച്ചടിച്ചിരുന്നാൽ കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഹോട്ടലിലേക്ക് അങ്ങ് പോയാൽ പോരെ. ഇതിപ്പം ഈ ഓർഡർ കിട്ടുന്ന ഏരിയ തപ്പി പിടിക്കണം. ഇപ്പോൾ നമ്മൾ ചിയ്യാരം എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് കേട്ടോ. നമുക്കങ്ങനെ തൃശ്ശൂരിലെ രണ്ടാമത്തെ ഓർഡർ കിട്ടിയിരിക്കുകയാണ്. അത് 1:05 കിട്ടിയിരിക്കുന്നത് കേട്ടോ. 52 രൂപയുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. തോംസൺ കാസ. ഓക്കെ, നമുക്ക് നേരെ തോംസൺസിലേക്ക് പോവാം. ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരെയാണ് ചലോ തോംസൺസ്. ഇന്നലെ ഈ ഭാഗത്തൊക്കെ ഞാൻ കിടന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോസ്റ്റലിൽ തിരക്കി, പക്ഷെ അവസാനം കിട്ടിയത് അടിപൊളി ഒരു ഹോസ്റ്റലാണ് കേട്ടോ. ഫുഡില്ല, സ്റ്റേ മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി സ്റ്റേ ആണ്, നല്ല അടിപൊളി. കുറച്ച് റൂംസേ ഉള്ളൂ കേട്ടോ അവിടെ. ഓഹോ, ഇത് ഇത്ര വലിയ കടയായിരുന്നു. വണ്ടി വയ്ക്കാനൊന്നും സ്ഥലമില്ലയുടെ. തോംസൺ, ഞാൻ കരുതി ചെറിയ കടയായിരിക്കും. ഇത് വലിയ സെറ്റപ്പാണല്ലോ. ഫുഡ് റെഡിയല്ല കേട്ടോ, ഫുഡ് റെഡിയല്ല, വെയിറ്റിംഗ് ആണ്. അങ്ങനെ രണ്ടാമത്തെ ഓർഡർ നമ്മൾ എടുത്തു. ഇവിടെ ഇതും കുറച്ച് ഡിലേ ആയിരുന്നു കേട്ടോ, 8 മിനിറ്റ്. ഇവർ റെഡിയൊന്നും കൊടുത്തില്ല, ഞാനവിടെ കാത്തിരിക്കുകയാണ്. പിന്നെ ഒരു ബ്രോ എന്ന് പറഞ്ഞ് റെഡി കൊടുക്കില്ല, അതൊന്ന് എടുത്തോളാം. അങ്ങനെ തിരക്കിയപ്പോൾ അവിടെ റെഡിയായി ഇരിപ്പുണ്ട്. ചില ഹോട്ടലിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. എന്തായാലും 8 മിനിറ്റ് ഡിലേ ആയി, കുഴപ്പമില്ല. 8 മിനിറ്റല്ലേ ആയുള്ളൂ, 8 മിനിറ്റൊന്നും സാരമില്ല. 10 മിനിറ്റൊക്കെ, അരമണിക്കൂറൊക്കെ ഡിലേ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഓർഡർ നമ്മൾ എടുത്തിരിക്കുകയാണ് തൃശ്ശൂരിൽ. അപ്പോൾ സമയം 1:20 ആയിട്ടുണ്ട് കേട്ടോ. ഇത് കസ്റ്റമറിൻ്റെ അടുത്തേക്ക് മിക്കവാറും 5 കിലോമീറ്റർ മേല് കാണും. 4.2 കിലോമീറ്ററാണ് കാണിക്കുന്നത്.
നല്ല മഴക്കാറുള്ളതിനെ കൊണ്ടേ വെട്ടം കുറവായിരിക്കും. ഗോപ്രോയ്ക്ക് നല്ല വെളിച്ചം വേണം, ഇതിലെ നല്ല വീഡിയോ കിട്ടും, തെളിച്ചം കാണും. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മൂന്നാമത്തെ ഓർഡർ അടിച്ചിരിക്കുകയാണ്. 1:32 തന്നെ ഉടനെ തന്നെ അടുത്ത ഓർഡർ അടിച്ചു കേട്ടോ. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നോക്കാം. ആഹാർ റെസ്റ്റോറൻ്റാണ്. ഹോട്ടൽ ആഹാറിലെത്തിയിട്ടുണ്ട്. എവിടെയാണ്? മലയാളി ധാബ. മലയാളി ധാബ അമ്പിയ. എവിടെയാണ് ആഹാർ ഹോട്ടൽ? എവിടെ? ഇതാണ് ആഹാർ. ഇത് തന്നെയല്ല ആഹാർ. അന്നേരം ഇത് അമ്പിളിക്കല ഹാള് ആഹാർ. ഇത് തന്നെ ആളവിടെ നമ്മളെ വിളിക്കുന്നു. അന്നേരം ഫുഡ് റെഡി. കോഴിക്കോട് തൃശ്ശൂർ വന്നിട്ട് കറക്റ്റ് സമയത്ത് ആദ്യത്തെ ഫുഡ് കിട്ടിയിരിക്കുകയാണ്. അത് മൂന്നാമത്തെ ഹണി ചില്ലി അൽഫാം. 52.86 ഹണി ചില്ലി. ഇപ്പം സാധനം കിട്ടി. ഇങ്ങനെ നമ്മൾ വരപ്പോഴേ തന്നെ ഫുഡ് റെഡി ആയിരിക്കണം. അത് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ, രസമാണ് വരപ്പോഴേ കിട്ടുന്നത്. ഇത് അടുത്ത് തന്നെയാണ് കേട്ടോ. 30 രൂപയുടെ ഓട്ടോ അല്ലേ, അപ്പോഴ് തൊട്ടടുത്തായിരിക്കും. 1.8 കിലോമീറ്റർ. അങ്ങനെ തൃശ്ശൂർ വന്ന ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ടിപ്പ് കിട്ടിയിരിക്കുകയാണ്. 50 രൂപയാണ് ടിപ്പ് കിട്ടിയിരിക്കുന്നത്. നമ്മളെ 4ാമത്തെ ഓർഡർ അങ്ങനെ അടിച്ചേട്ടോ. 50 രൂപ ടിപ്പ് കിട്ടി. ടോട്ടൽ 91 രൂപയുടെ ഓട്ടാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ. ഹോട്ടൽ അക്ഷയയിൽ നിന്നാണ് ഓർഡർ അടിച്ചിരിക്കുന്നത്. 50 രൂപ. വിവേകാണ് നമുക്ക് 50 രൂപ ടിപ്പ് വന്നിരിക്കുന്നത്. തൃശ്ശൂരിലെ ആദ്യത്തെ ടിപ്പ് വിവേകാണ്. താങ്ക് യു വിവേക്, താങ്ക് യു. അത് 50 രൂപയാണ്. താങ്ക് യു. നമ്മൾ ഹോട്ടൽ അക്ഷയ തിരക്കി ഇങ്ങനെ പോവാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഹോട്ടലുണ്ട് കേട്ടോ. ഏതാണ് അക്ഷയ്? അമ്മ ആദം ലോട്ടറി എവിടെയട്ടെ? അക്ഷയ്. ഇവിടെ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. അവത്തേറി തന്നെ പാർക്ക്. അക്ഷയ എത്തി. ഫുഡ് റെഡിയാണ്. യെസ്, നമ്മളെ സെൽഫി ചോദിക്കുന്നുണ്ട്. സെൽഫി കൊടുക്കട്ടെ. ഒറ്റ സെൽഫിയൊക്കെ ചോദിക്കും. നമുക്ക് ഇവിടെ വയ്ക്കാം. നമ്മുടെ ഫുഡ് റെഡിയാണല്ലോ. ഇപ്പോൾ 2:15 ഇപ്പോൾ അത് 5ാമത്തെ ഓർഡർ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. ഫുഡ് വില്ല എന്ന് പറയുന്നൊരു വീട്ടിലാന്ന് തോന്നുന്നു കേട്ടോ. ഫുഡ് കട. ഇവിടെ നല്ല രീതിയിൽ ഓർഡർ അടിക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം 5ാമത്തെ ട്രിപ്പ്. കഴിഞ്ഞ ട്രിപ്പിന് 50 രൂപ ടിപ്പ് കിട്ടിയിട്ടാണ് കേട്ടോ. ആദ്യത്തെ ദിവസം തന്നെ ടിപ്പ് കിട്ടി തൃശ്ശൂർ വന്നിട്ട്. അത് 50 രൂപ. സന്തോഷം. ആദ്യത്തെ ട്രിപ്പ് മാത്രമേ ഒരു ചെറിയൊരു വിഷമമുള്ളായിരുന്നു. ആദ്യത്തെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, നമ്മൾ ലേറ്റായിപ്പോയി 3/4 മണിക്കൂർ. അത് അവർ എടുക്കാൻ മറന്നതാന്ന് നോക്കുന്നു. ഞാൻ 2 വട്ടം അവിടെ ഓർമ്മിപ്പിച്ച് അവസാനം സെറ്റായി. ആദ്യത്തെ ട്രിപ്പ് ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ തുടരെ ഓർഡർ അടിച്ചു. അപ്പോൾ നമ്മൾ 2:15 5ാമത്തെ ഓർഡർ എത്തി. അതായത് ആദ്യത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഏകദേശം 1 മണിയായിരുന്നു. പിന്നെ 2 മണിക്കൂർ ഉണ്ടല്ലോ ഇത്ര ഓർഡർ അടിച്ചു. 50 രൂപ ടിപ്പ് കിട്ടി. നമുക്ക് 6ാമത്തെ ഓർഡർ അടിച്ചിരിക്കുന്നത് 2:46 കേട്ടോ. ഈ സെലക്സ് മാളിലാണ് കേട്ടോ. തൃശ്ശൂരിലെ ആദ്യത്തെ മാളിലെ ഓർഡറാണ് നമുക്ക് അടിച്ചിരിക്കുന്നത്. 6ാമത്തെ ഓർഡർ. ഇതിനകത്തൊരു എന്തൊരു ബിരിയാണി ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഇതിനകത്താണ് കേട്ടോ. സെലക്സ് മാൾ തൃശ്ശൂരിൽ ചെറിയ മാളാണ് കേട്ടോ. ദം സഫർ ബിരിയാണിയിലേക്കാണ് നമുക്ക് ഓർഡർ അടിച്ചിരിക്കുന്നത്. ദം സഫർ ബിരിയാണി. ഈ ദം സഫർ ബിരിയാണി ഈ ബാർബിക്യൂ നാഷൻ്റെ ആണ് കേട്ടോ. ബാർബിക്യൂ നാഷൻ്റെ തന്നെയാണ്
ഈ ദം സഫർ ബിരിയാണി. സഫറിനല്ലേ എന്തൊരു, ഞാൻ ഇവിടെ കിടന്ന് തപ്പി ഈ ഹോട്ടലിലൂടെ ഈ അല്ല ഈ സൊമാറ്റോയുടെ ആപ്പിൽ തന്നെ നമുക്ക് ഈ ഫോട്ടോ കാണാൻ പറ്റും. അങ്ങനെ ഫോട്ടോ പരിശോധിച്ചപ്പോഴാണ് ദം സഫർ ബിരിയാണി എന്ന് പറയുന്നത് ബാർബിക്യൂ നാഷൻ്റെ ആണ്. ഇതെന്താണ് പ്രസ് ചെയ്യാത്തത്? അപ്പോൾ ഈ ഫോട്ടോ നോക്കിയപ്പോഴാണ് ബാർബിക്യൂ നാഷൻ്റെ ഫോട്ടോ. 3:27 കേട്ടോ. നമ്മളിപ്പോൾ 7ാമത്തെ ഓർഡർ എടുക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ 2ാമത്തെ ഓർഡർ എടുക്കാൻ വന്ന തോംസണിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഓർഡർ അടിച്ച ഒരു രസമാണ്, ഇരിക്കാനൊക്കെ ഇഷ്ടം പോലെ സൗകര്യമുണ്ട്. അല്ലേ, മാവിൻ്റെ ചൂട്. വാ, ഇവിടെ ഇച്ചിരി ഡിലേ ആയാലും കുഴപ്പമില്ല, നല്ല തണലത്തിരിക്കാം. അപ്പോൾ 7ാമത്തെ ഓർഡറാണ് കേട്ടോ. 3:30 ആയപ്പോൾ 7ാമത്തെ ഓർഡറാണ് അടിച്ചിരിക്കുന്നത്. അങ്ങനെ 9ാമത്തെ ഓർഡർ 4:30 ആയി കേട്ടോ. 9ാമത്തെ ഓർഡർ എടുക്കാൻ വന്നത് നമ്മൾ ആദ്യം എടുക്കാൻ വന്ന അക്ഷയ മൾട്ടി ക്യൂസിനാണ്. അവിടെയാണ് നമ്മൾ 9ാമത്തെ ഓർഡർ എടുക്കാൻ വന്നത്. ഇത് മൾട്ടി ഓർഡറാണ് കേട്ടോ. ടോട്ടൽ 10 ഓർഡറായി. 4:30 ആയിട്ടേ ഉള്ളൂ. ചെറുപറ ഓർഡർ അടിയായിരുന്നു കേട്ടോ. അങ്ങനെ തൃശ്ശൂർ വന്നിട്ട് പൊളിയാണ് കേട്ടോ. തൃശ്ശൂർ ആദ്യത്തെ ദിവസം തന്നെ അടിപൊളി. ആദ്യത്തെ ദിവസം ഒരു ആദ്യത്തെ ഓർഡർ നമുക്ക് ഇതായതാണ്, എനിക്ക് തോന്നുന്നത് അവർ മറന്നുപോയതാണ്. ഇതിപ്പോൾ റെഡിയാവും. നമുക്ക് ഇത് ലേറ്റ് ആവോ ഇല്ലയോ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഹോട്ടലിൽ എപ്പോഴും ലേറ്റ് ആവാനായി സാധ്യത. ദിവസം അക്ഷയയിൽ 2ാമത്തെ ഓർഡർ എടുക്കാൻ വന്നാൽ അതും ഡിലേ ആണ് കേട്ടോ. എന്താണ്, എനിക്ക് മാത്രമാണ് ഇവിടെ വരുന്നവരെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ ഡിലേ ആയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മൾട്ടി ഓർഡർ എല്ലാവരും അടിച്ചത്, അത് ഒരെണ്ണം എടുക്കണ്ട, അതിന് ഒറ്റ ഓർഡർ മാത്രം എടുത്താൽ മതി. കാരണം ഇത് ഡിലേ ആയി, അതുകൊണ്ട് മറ്റേത് വേറെ ഏതോ ഡെലിവറി ബോയ്ക്ക് കിട്ടി. അപ്പോൾ എനിക്ക് ഒരെണ്ണം എടുത്താൽ മതി. അപ്പോഴെനിക്ക് 9 ഓർഡർ ആയിട്ടേ ഉള്ളൂ. 10 ഓർഡർ ആയത് സന്തോഷം അപ്പോഴെന്നെ മാറി. ഇപ്പോൾ ഇതാണ്ട് ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നു, എനിക്ക് മാത്രം. അവിടെ സാധനം റെഡിയായി ഇരിപ്പില്ല. പക്ഷെ ഇത് പനീർ ഫ്രൈഡ് റൈസൊക്കെ ആണ് കേട്ടോ. അത് വെച്ചിട്ട് ഡിലേ ആവും, അതിന് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ മൾട്ടി ഓർഡറിൻ്റെ ഒരെണ്ണം പോയല്ലോ. അങ്ങനെ നമ്മൾ 9ാമത്തെ ഓർഡറായിട്ട് പോവുകയാണ്. അവിടെ കുറച്ചും കൂടി ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കിട്ടിയത്. മഴക്കാറുണ്ടോ, നല്ല മഴക്കോള് വരുന്നുണ്ട് കേട്ടോ. നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോഴേ ഞാൻ ഫോണൊക്കെ ചാർജ് ചെയ്ത് ഫുള്ളാക്കിയിട്ടേക്കുക. മഴ പെയ്യുമ്പോൾ പിന്നെ കവറിട്ട് ക്ലോസ് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഇപ്പോഴേ ചാർജ് ചെയ്ത് ഫുള്ളാക്കാനുള്ള പരിപാടിയാണ്. നല്ല മഴക്കോള്, നല്ല മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മഴ പെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് സർജും കൂടെ കിട്ടും. തൃശ്ശൂർ എത്ര രൂപ സർജെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ 10ാമത്തെ ഓർഡർ നമുക്ക് അടിച്ചിരിക്കുന്നത് വേണ്ട. നമ്മൾ സെലക്സ് മാളിലാണ് കേട്ടോ. ബർഗർ കിങ് എന്നാണ് നമുക്ക് ഓർഡർ അടിച്ചിരിക്കുന്നത്. മുമ്പായിട്ട് മൾട്ടി കിട്ടിയായിരുന്നെങ്കിൽ ഇതിപ്പം 11ാമത്തെ ഓർഡർ ആയിരുന്നു. ആ മൾട്ടിയിൽ ഒരെണ്ണം ക്യാൻസലായി. കുഴപ്പമില്ല. രാത്രി 7:50 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 14ാമത്തെ ഓർഡർ എടുക്കാൻ വന്നേക്കാണ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്ഷയയിൽ 2 തവണയും ഡിലേ ആയ അക്ഷയയിലാണ്. പക്ഷേ ഈ പ്രാവശ്യം 3ാമത് തവണ വന്നപ്പം ഓൾറെഡി അക്ഷയ നമുക്ക് കറക്റ്റ് സമയത്ത് സാധനം തന്നേ. ഇത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ടൊന്ന് മഴ ചാറി. 20 ഇവിടെ സർജ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കൊണ്ട് കൊടുക്കാം. ഈ ഓർഡർ എടുത്തിട്ട് നേരെ കൊണ്ട് കൊടുക്കാം. ചിലപ്പോൾ മഴ പെയ്യും കേട്ടോ, ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുകയാണ്. സമയം 9:10 ആവാൻ പോകുന്നു. നമ്മൾ 16 ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. ഇത് 17ാമത്തെ ഓർഡറാണ്. കാരണം ഓർഡർ അടിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അക്ഷയ നമ്മൾ ആദ്യത്തെ ഓർഡറിൽ ഡിലേ ആക്കിയ ഇവിടുന്ന് എനിക്കിതിപ്പോൾ 5ാമത്തെ ഓർഡറാണ്. എനിക്കൊന്ന് കംപ്ലീറ്റ് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഓർഡർ അടിക്കുന്ന റെസ്റ്റോറൻ്റാണ്. ആദ്യത്തെ 1-2 ഓർഡർ ഉള്ളായിരുന്നു ഡെലിവറി, അല്ല ലേറ്റ്. ബാക്കിയൊക്കെ വെരി ഫാസ്റ്റാണ്. അക്ഷയ ആദ്യം ഞാൻ തെറ്റിദ്ധരിച്ചു. ബാക്കി വേണ്ട, ഇതും ഓർഡർ റെഡിയാണ്. നമുക്ക് പോയി ഫുഡ് എടുക്കട്ടെ. 9:08. ഇനി ഒരു ഓർഡറും കൂടെ വേണം. ഇത് 9:30 കൊടുത്തു തരും. എന്തായാലും നമുക്ക് ഇന്ന് ഫുൾ ഇൻസെൻറ്റീവ് കിട്ടും. 10:21 നമ്മൾ ലാസ്റ്റത്തെ ട്രിപ്പ് ഞാനിവിടെ ഡെലിവറി ചെയ്യുകയാണ്. നമുക്ക് തൃശ്ശൂരിലെ ആദ്യത്തെ ദിവസം എത്ര രൂപ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ലാസ്റ്റ് ട്രിപ്പിന് 30 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 300 രൂപയുള്ള ഇൻസെൻറ്റീവ്.
300 രൂപ ഇൻസെൻറ്റീവ് കൂട്ടി നമുക്ക് കിട്ടിയിരിക്കുന്ന 1135 രൂപ, 1200 ഇതിൽ 60 രൂപയ്ക്ക് മഴയുടെ ഇതുണ്ടായിരുന്നു കേട്ടോ, റെയിൻ സർച്ച് ഉണ്ടായിരുന്നു. കാരണം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും 60 രൂപ റെയിൻ സർച്ച് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കൂട്ടി 1200 രൂപയാണ് ആദ്യത്തെ ദിവസം തൃശ്ശൂരിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിൽ 300 രൂപയുടെ എണ്ണയടി പൈസ ഉണ്ട്. പിന്നെ അന്നേരം ടോട്ടൽ കിട്ടിയിരിക്കുന്ന 900 രൂപയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നല്ല അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെ ബൈ.